നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൾ അനുഭവിക്കുന്നതിന്റെ 7 ഇരട്ടി ആ കുഞ്ഞും അനുഭവിക്കുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അയ്യോ, അങ്ങനെയൊക്കെ ഒരു പെണ്ണ് വിചാരിക്കുന്ന സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ പറ്റില്ല ആന്റി. അതും തിരിച്ചറിവില്ലാത്തൊരു പിഞ്ചു കുഞ്ഞിനോട്. കാലാതായി പോയില്ലേ. ഇപ്പൊ ഓരോന്നായിട്ട് ആലോചിച്ച് വരുമ്പോഴാ ഓരോന്നിന്റെ ചുരുളഴിഞ്ഞു വരുന്നത്. ആന്റിയുടെ അമ്മയുടെ പേര് ശാലിനി ആ കുഞ്ഞിനിട്ട് കൊടുത്തത് വെറുതെ ഒന്നുമല്ല. കുഞ്ഞിന് ഓരോ കുത്തു വെച്ചു കൊടുക്കുമ്പോഴും ശാലിനിക്ക് ആന്റിയുടെ അമ്മയെ കുത്തിയ പോലൊരു സുഖം കിട്ടുന്നുണ്ടാവും. സുസ്മിത, ആ കുത്തുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ സംഭവിക്കാലോ. സംഗതി നന്നായി വർക്കൗട്ട് ആവുന്നുണ്ട്. ഇത്രയും കുരുട്ടുബുദ്ധിയൊന്നും ശാലിനിയുടെ തലേ തോന്നിയതല്ല ആന്റി. ഇതൊക്കെ ശാലിനിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒറ്റ ഒരാളാ, ശാരദാമ്മ. പറയുമ്പോ അവര് ശാന്തി ദേവതയാ, പക്ഷേ അവർക്കെന്നും പണത്തോട് ആർത്തി ആന്റി. നമ്മുടെ വിഷ്ണുവേട്ടന്റെ തോളിൽ ശാലിനി കുടുങ്ങിയ കഥ വിട്ടേക്ക്. അവരുടെ മൂത്ത മോളെ ശാരികയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു കോളേജ് ലെക്ചറെയാ അവള് പിടിച്ചത്, അതിനുള്ള ഒരു യോഗ്യത ഇല്ലാതിരുന്നിട്ടും. അയാളുടെ അമ്മയും അമ്മാവനെയും ആ വീട്ടിൽ നിന്ന് തല്ലിയിറക്കി. ഇപ്പൊ ലെക്ചർ പൊറുതി ശാരദാമ്മയുടെ വീട്ടിൽ. അയാളുടെ പോക്കറ്റിലെ ശമ്പളം ശാരദാമ്മയ്ക്കും കുടുംബത്തിനുമാ. ആ ലെക്ചറെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ നിലയിലാക്കിയ അമ്മയും അമ്മാവനും ഇപ്പൊ പെരുവഴിയില്ല. അതേ മോഡൽ പരിപാടിക്ക് തന്നെയാ ഇവിടെ ശ്രമം നടന്നത്. വിഷ്ണുവേട്ടനെ ആന്റിയുടെ അങ്കിളുടെ അടുത്ത് നിന്ന് അടർത്തി മാറ്റി. ഇപ്പൊ കുറച്ചു കാലം അഭിമാനത്തിന്റെ പേരൊക്കെ പറഞ്ഞ് വിഷ്ണുവേട്ടൻ വാടക വീട്ടിലൊക്കെ താമസിച്ചെന്നിരിക്കും. എന്നാലും ഒടുവിൽ ചെന്ന് അടിയാൻ പോകുന്നത് ശാരദാമ്മയുടെ വീട്ടിലാ. ആന്റിയുടെ അടുത്തുനിന്ന് വിഷ്ണുവേട്ടനെ അടർത്തിക്കൊണ്ടു പോവാൻ ശക്തിയുള്ള തലേണ മന്ത്രത്തിന് ഒരു വാടക വീട് പ്രശ്നമാണോ ആന്റി? കൊച്ചവളുടെ കയ്യിലുണ്ടെന്നുള്ളതാ ശാരദാമ്മയുടെ ധൈര്യം. വിഷ്ണുവേട്ടന്റെയും പ്രീതിയുടെയും സ്വത്ത് മുഴുവനും മണ്ണും ചാരി നിന്നവളുടെ കയ്യിലാവാൻ പോവാ. അവരുടെ മനസ്സിൽ നേരത്തെ തന്നെ ആ ലക്ഷ്യം ഉണ്ടായിരുന്ന ആന്റി. അല്ലെങ്കിൽ ദത്തെടുക്കൽ ചടങ്ങിന് വന്നിട്ട് അവര് കുഞ്ഞിനെ തനിക്ക് വേണമെന്ന് പറയോ? ആന്റി കുഞ്ഞിന്റെ അമ്മയുടെ അമ്മയാ, വസുമതി ആന്റി കുഞ്ഞിന്റെ അച്ഛന്റെ അമ്മ. പക്ഷേ കുഞ്ഞിന്റെ മേൽ ശാരദാമ്മയ്ക്ക് എന്ത് അവകാശം ഉണ്ടെന്നാ? പ്രസവം എടുത്തതോ? അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാര് ഡോക്ടർമാരും മിഡ്വൈഫുമാരും ആവണമല്ലോ. ഇത് കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ആന്റി, സ്വത്ത് കണ്ടുള്ള ഇളക്കോ. കുഞ്ഞിന് മേൽ അവകാശം പറഞ്ഞപ്പോഴേ ചൂലെടുത്ത് അടിച്ചിറക്കണമായിരുന്നു നമ്മൾ അവരെ ഇവിടുന്ന്. ഇവിടുന്ന് സ്വർണ്ണം അടിച്ചോണ്ട് പോകാൻ ശ്രമിച്ചവര് ഇവിടുത്തെ സ്വത്ത് മൂടോടെ കിട്ടിയാ കളയോ ആന്റി? മോഷണം നടത്തിയിട്ടാണെങ്കിലും ജയിലിൽ കിടക്കുമ്പോ അവരെ ഇവിടുന്ന് കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതിന്റെ ഒരു ചുരുക്കുണ്ടാവും. അതവര് ശാലിനി വഴി കുഞ്ഞിന്റെ മേലാവും തീർക്കുക. ശാരദാമ്മേ, എന്റെ ചെക്ക് ബുക്കാ ഇത്.
നിങ്ങൾക്ക് ആവശ്യമുള്ള തുക ഇതിൽ എഴുതിയെടുക്കാം. ലക്ഷങ്ങളോ കോടികളോ. പകരം എനിക്കെന്റെ മകനെയും മകളുടെ കുഞ്ഞിനെയും തിരിച്ചു വേണം. സത്യം എന്താ ഈ പറയുന്നത്? അതും അല്ലെങ്കിൽ ഈ വീടും ഒറ്റ സ്വത്തുക്കളുമാണോ വേണ്ടത്? എന്തും ചോദിക്കാം. എന്ത് രാഘവേട്ട സത്യമ്മ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അങ്ങ് പൊട്ടിയാവല്ലേ ശാരദാമ്മേ. വിഷ്ണുവേട്ടനെയും പ്രീതിയുടെ കുഞ്ഞിനെയും കൊണ്ട് ശാലിനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? അയ്യോ, സത്യമായിട്ട് ഞാനൊന്നും അറിഞ്ഞതല്ല. രാഘവേട്ട, ഇതിലൂടെ ഇറങ്ങി പോകാൻ പറ. ഇവരൊന്നും അറിഞ്ഞില്ല അത്രേ. എല്ലാം ചെയ്തു വെച്ചിട്ട് അയ്യോ, ഞാൻ നിങ്ങളാ ശാരദാമ്മ എല്ലാം തുടങ്ങി വെച്ചതും എല്ലാത്തിനും കാരണമായതും. എന്നിട്ടിപ്പോ നിഷ്കളങ്ക ചമ്മഞ്ഞ് മുന്നിൽ വന്ന് നിൽക്കുന്നു. സത്യമേ ഒന്നും അറിഞ്ഞിട്ടില്ല പോലും. മക്കളെ കെട്ടിച്ചയച്ചാൽ കെട്ടിച്ചയച്ചു. പിന്നെ ആ വീട്ടിൽ ഇങ്ങനെ ഇത്തിൽ കണ്ണിയായി അച്ഛനും അമ്മയൊന്നും പറ്റിക്കൂടരുത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ വീട്ടിൽ ശാലിനിയേക്കാൾ സമാധാനക്കേട് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയല്ലേന്ന്. അയ്യോ, ഞാന് മോഷണം, പോലീസ്, അറസ്റ്റ്. മകൾക്ക് വേണ്ടതെല്ലാം ഉപദേശിച്ചു കൊടുത്തിട്ട് എന്റെ മോനെയും കൊച്ചുമോളെയും കൂടെ പെരുവഴിയിലാക്കിയിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നു. അയ്യോ, ഞാന് പാറക്കുട്ടിയെ കാണണോ അത്രേ? പോയി നോക്ക്. ഏതെങ്കിലും ചേരി കൊണ്ടുപോയി തള്ളിയിട്ടുണ്ടാവും നിങ്ങളുടെ പൊന്നുമോള്. നീ എന്തൊക്കെയാ പറയുന്നേ? എന്തിനാ നിങ്ങളിങ്ങനെ മറ്റുള്ളവരുടെ മനസ്സമാധാനം കളയാനായിട്ട് ഈ വീട്ടിൽ ഇങ്ങനെ കയറി വരുന്നത്? സത്യമേ, ഞാൻ മുറിവിൽ മുളകരച്ച് തേച്ച് രസിക്കാനാ? ഞങ്ങള് നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തത്? ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. കൈയെടുത്ത് തൊഴാൻ വേണമെങ്കിൽ. ഞാൻ പോയേക്കാം സത്യമേ, ഞാൻ പോയേക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.